തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ 5 രഹസ്യ അക്കൗണ്ടുകൾ CPM-നുണ്ട് എന്നാണ് ED-യുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും RBIക്കും അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും ഇപ്പോൾ ED കൈമാറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനുവരി 16-ന് അയച്ചിരിക്കുന്ന കത്തിലാണ് ഈ രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ED വിശദീകരിച്ചിരിക്കുന്നത്. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് CPM സംഭാവനകൾ ഫണ്ടും പാർട്ടി ലെവിയും പിരിച്ചിരിക്കുന്നതെന്നാണ് ED-യുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടി ഓഫീസുകൾക്ക് വേണ്ടി സ്ഥലം വാങ്ങിയതിന് ഉൾപ്പെടെ ഈ അക്കൗണ്ടുകളുടെ പണം ഉപയോഗിച്ചാണ് എന്നും ED ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്ന കത്തിൽ ED ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗരേഖകളുടെയും ലംഘനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അക്കൗണ്ടുകളുടെ പണം വിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം എന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൃശ്ശൂരിലെ 17 ഏരിയ കമ്മിറ്റികളായി 25 ബാങ്ക് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്ന പണമിടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് ബാലൻസ് ഷീറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് ED വ്യക്തമാക്കുന്നത്. 2023 മാർച്ചിൽ പാർട്ടി സമർപ്പിച്ചിരിക്കുന്ന വാർഷിക ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കുകൾ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ സഹകരണ ബാങ്കുകളിലെ പാർട്ടി അക്കൗണ്ടുകളെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടില്ല. ഈ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗരേഖകൾ പ്രകാരവും പാർട്ടിയുടെ എല്ലാവിധ സാമ്പത്തിക സ്രോതസ്സുകളെയും പാർട്ടിയുടെ എല്ലാ ഈ കണക്കുകളെയും ബാങ്ക് അക്കൗണ്ടുകളെയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതായുണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടേണ്ടതായുണ്ട്. എന്നാൽ അത് ഉണ്ടാകാത്തത്, അത് ഈ ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിക്കാത്തത് ഈ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാർഗരേഖയുടെയും ലംഘനമാണോ എന്ന കാര്യം പരിശോധിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇപ്പോൾ ED ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ED-യുടെ അന്വേഷണത്തിൽ മുൻ മന്ത്രി AC മൊയ്തീനെതിരെ ഗുരുതരമായ ഈ കണ്ടെത്തലുകളാണുള്ളത്. ഈ ബിനാമി ലോണുകൾ മൊയ്തീൻ്റെ നിർദ്ദേശാനുസരണം കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് പലർക്കായി നൽകിയിട്ടുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ട പാർട്ടി അംഗങ്ങൾ അവരുടെ പാർട്ടി അംഗങ്ങളുടെ വസ്തുക്കൾ അവരറിയാതെ അത് ഈടുവെച്ച് മറ്റുള്ളവർക്ക് ലോൺ നൽകി എന്ന ഗുരുതരമായ ആരോപണവും ED ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ED-യുടെ മറ്റൊരു കണ്ടെത്തൽ ഈ ഒരേ വസ്തു ഉപയോഗിച്ച് വ്യത്യസ്ത ലോണുകൾ നൽകുകയും വസ്തുവില പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ലോണുകൾ നൽകുകയും ബിനാമി ലോണുകൾ നൽകുകയും തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങളും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നിട്ടുണ്ട് എന്നാണ് ED ഇപ്പോൾ വ്യക്തമാക്കുകയും അല്ലെങ്കിൽ ED-യുടെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ ഈ വെളിപ്പെടുത്തലുകൾ, അതായത് അവിടെ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിരുന്നു എന്ന പരാമർശം പ്രധാനമന്ത്രി തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും RBIക്കും അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കൈമാറിയ കത്തുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്.